KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA 24 ചേരുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഓരോ മണിക്കൂറിലും അത് ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പാർട്ടി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി, ബാക്കിയുള്ള നടപടി എന്തൊക്കെയാണ്? പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് എല്ലാ സമയത്തും KPCC പ്രസിഡന്റാണ് അഭിപ്രായം പറയേണ്ടത്. അത് KPCC പ്രസിഡന്റ് ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആക്ഷേപം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും അറിവുള്ള പോലെ പൊതുവെ ആക്ഷേപം വരുന്നതൊക്കെ പോലീസ് കേസെടുക്കാറുണ്ട്, മറ്റു രീതിയിലുള്ള നിയമപരമായ മാർഗങ്ങളുണ്ട്. പക്ഷേ ആ രീതിയിലൊന്നും അല്ലാതെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഒരു നിലപാട് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഇങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റ് പല കേസുകളും നമുക്കിവിടെയുണ്ട്. അവർ പരാതി കൊടുത്ത് പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലിറങ്ങി അതിന് മറ്റ് നടപടിക്രമങ്ങൾ കോടതിയിലേക്ക് പോകുമ്പോൾ പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രസിഡന്റ് നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ അഭിപ്രായം വന്നു, ഇങ്ങനെ ഒരു ആക്ഷയം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് രാജിവെച്ചു. ഇനി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അങ്ങനെ പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ എന്താണോ അത് നോക്കിയിട്ടല്ലാതെ ഒറ്റയടിക്ക് മാധ്യമങ്ങൾ, ഞാൻ പറയാം, മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ, ആ അജണ്ട സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കണം എന്ന് പറയുന്നതിൽ ഇതില്ല. പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ ഗൗരവം നോക്കി മാത്രമേ പാർട്ടിക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഈ പാർട്ടി അദ്ദേഹത്തോട് രാജിവെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അത് തർക്കത്തിന് പോകേണ്ട കാര്യം. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചു. പാർട്ടിയും സ്വാഭാവികമായും അദ്ദേഹത്തിന് സ്വയം രാജിവെക്കാൻ കഴിയില്ലോ, അതിന്റെ പാർട്ടിയുടെ ഒരു അംഗീകാരം വാങ്ങണമല്ലോ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ അതിന്റെ ഒരു ചർച്ചയിലേക്ക് പോകണ്ട. അദ്ദേഹം രാജിവെച്ചു, ആ രാജി നിലനിൽക്കുന്നു. ആ രാജി പാർട്ടി സ്വീകരിക്കുകയും ചെയ്തു. മറ്റ് കാര്യങ്ങളെക്കുറിച്ച് മറ്റ് ചർച്ചയ്ക്ക് ഇപ്പോൾ എനിക്ക് പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം അദ്ദേഹം MLA സ്ഥാനം കൂടി രാജിവെക്കണം, അത്രയേറെ ഗൗരവമേറിയ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നുള്ള ഒരു ആവശ്യം ഉയർത്തുന്നില്ലേ? പാർട്ടിയിലെ ഏതെങ്കിലും വിഭാഗം അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന് പാർട്ടിയിലെ ഏതെങ്കിലും വിഭാഗം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുടെ ആത്യന്തികമായ കാര്യങ്ങൾ KPCCയും KPCC പ്രസിഡന്റും പറയും. അത് പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളുടെ ഗൗരവത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് പാർട്ടിക്ക് അതിൻ്റെതായ ആലോചനയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പാർട്ടി അത്തരത്തിലുള്ള തീരുമാനം ആവശ്യമായ ഘട്ടത്തിൽ എടുക്കുക എന്നുള്ളതാണ്. ഈ രാഹുലിനെ പിന്നിൽ നിന്നൊരു വിഭാഗം കുത്തി എന്നുള്ള ഒരു പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ്. എന്താണ് ഒരു പാർട്ടിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്? എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ എന്റെ ശ്രദ്ധയിലതൊന്നും പെട്ടിട്ടില്ല. അങ്ങനെ പിന്നിൽ നിന്ന് കുത്തുവോ മുന്നിൽ നിന്ന് കുത്തിയോ എന്നുള്ള ഇത്ര ആരോപണം വന്നു, അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായി, രാജിവെച്ചു. അത് ഇനി പറഞ്ഞല്ലോ, അത് കേരളത്തിലെ മുൻകാലത്ത് ഇല്ലാത്ത ഒന്നാണ്. പൊതുവെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കും, പോലീസ് ഒരു കേസ് എടുക്കും, അതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ പോവുക. ഇവിടെ മാധ്യമങ്ങളിലൂടെ ഒരു ആക്ഷേപം വന്നു, ആക്ഷേപം ഉന്നയിച്ചവരുണ്ട്. അവർ ആക്ഷേപം പറഞ്ഞപ്പോൾ തന്നെ രാജി വെച്ചു. അപ്പോൾ അത് ഒരു നല്ല മാതൃകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതാ ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും അജണ്ട, ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതനുസരിച്ച് പോകാൻ പറ്റില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഗൗരവം നോക്കി പാർട്ടി തീരുമാനമെടുക്കും. അതല്ലാതെ നേരത്തെ മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ പാർട്ടിക്ക് കഴിയില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ കൂട്ടായി ആലോചിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കും. ഈ രാഹുലുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പരാതികളൊക്കെ ലഭിച്ചിട്ടുണ്ടോ നിലവിൽ? അത് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. KPCC പ്രസിഡന്റ് പരാതി ലഭിച്ചിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ആയിട്ട് പോലും ഇത്തരം ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സംസ്ഥാന പ്രസ്ഥാനത്തുനിന്ന് അദ്ദേഹം രാജിവെച്ചു. ഒരൊറ്റ കാര്യം കൂടെ, ഇപ്പൊ എത്രയൊക്കെ ആരോപണം വന്നൊരു സാഹചര്യത്തിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഗൗരവമുള്ളതാണെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നമ്മുടെ കേരളത്തിലൊരു സ്വഭാവം നമുക്കറിയാലോ. ഇതിനകത്ത് പരാതി എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ എന്തെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ ഇതിനു മുന്നിൽ പരാതികളില്ല. ഇപ്പോൾ തന്നെ എടുത്ത തീരുമാനം ഈ മീഡിയയിൽ വന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് അദ്ദേഹം രാജിവെച്ചത്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഞാൻ ആവർത്തിച്ച് പറയേണ്ടതില്ല, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാതി പാർട്ടി ലീഡർഷിപ്പിനോ അതല്ലെങ്കിൽ ഈ കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ എന്തെങ്കിലും പരാതിയോ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടിക്ക് ആരെങ്കിലും മുന്നോട്ട് വരികയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ അപ്പം അതിന് കാര്യങ്ങൾ ആലോചിക്കും. അപ്പോൾ ഇത് അങ്ങനെ വന്നാൽ പോലും നമുക്കറിയാം, അത്തരത്തിലുള്ള എല്ലാ പരാതികളും ഉണ്ട് ഇവിടെ.
ഞാൻ സഹപ്രവർത്തകരായതുകൊണ്ട് പറയുന്നില്ല. കേരള നിയമസഭയിൽ തന്നെ അദ്ദേഹത്തോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഇരിക്കുന്ന കേരള നിയമസഭയിലെ ഭരണപക്ഷ MLA-മാർക്കിടയിൽ ഉണ്ടല്ലോ, പരാതി വന്നിട്ടുണ്ട്, FIR എടുത്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അത് നടക്കുമ്പോഴാണ് ഈ കാര്യം നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് എന്നൊരു കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ആലോചിച്ചാണ് പാർട്ടിക്ക് തീരുമാനമെടുക്കുമ്പോൾ ആലോചിച്ചെടുക്കണം. ആലോചിച്ചാണ് തീരുമാനമെടുക്കുക. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാഹുൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് AP അനിൽകുമാർ MLA വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.